ഈ ശാന്തേച്ചി പുതിയ കോഴീനെ വാങ്ങിയോ? കൊത്തിപ്പറക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പക്ഷെ കാണുന്നില്ല. ഈ മതിലൊക്കെ ആരാണോ ഇത്രയും ഹൈറ്റിൽ കെട്ടി വെച്ചേക്കുന്നത്? എന്നാൽ ഈ കോഴി ഡി എടി കള്ളി. വാ സബാഷ്. സമയദോഷം സമയദോഷം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ തലക്ക് മുകളിലാണല്ലോ ഭഗവാൻ ഇപ്പൊ അത്. ആരാടാ നിന്റെ കള്ളി? നീ തന്നെ പമ്മി പമ്മി വന്ന് മൊത്തത്തിൽ സ്കെച്ച് ഇട്ടിട്ട് നിനക്ക് ആരുമില്ല അഥവാ മതിൽ ചാടി കോഴീനെ മോഷ്ടിക്കാനല്ലേടി കള്ളി. ദേ, എന്നെ കള്ളിന്ന് മാത്രം വിളിക്കരുത്. വിളിച്ചാ നീ എന്ത് ചെയ്യൂടി? എടാ തന്നെ ഞാൻ. എന്താ ഇവിടെ? എന്താ മോനെ പ്രശ്നം? അങ്കിളെ, ഇവള് മതിൽ ചാടാനുള്ള പുറപ്പാടായിരുന്നു. ഞാൻ കണ്ടപ്പോ ആവശ്യമില്ലാണ്ട് എന്റെ മെക്കിട്ട് കയറുവാ. ആണോ നിത്യ? അത് ഞാൻ സൗണ്ട് കേട്ടപ്പോ എന്താന്നറിയാൻ. മോൾ അങ്ങനെ ഇപ്പൊ എന്താന്നറിഞ്ഞ് ബുദ്ധിമുട്ടണ്ട. വീട്ടിൽ പോടി. അച്ഛൻ ഞാൻ കേറി പോടി. എന്റെ ജീവിതം ഊമ്പലും കഞ്ഞിയുമായി. ആ കഞ്ഞിയിലെ ഒന്നാമത്തെ പാറ്റിയല്ലേ അത്? ഇനി ആരെങ്കിലും ഹിറ്റ് അടിച്ചോ? ഈ പാറ്റ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഡി പാറ്റേ, അല്ല നിത്യേ, എന്താണ് മോളെ? കൂലാകുരിഷ്ഠിതമായ ചിന്തയിലാണല്ലോ. എന്തോ ഇഷ്ടം? വിട് വിട്. നീ എന്താടി കൈ നഷ്ടപ്പെട്ട് ട്രാൻസ്ഫോമറിനെ പോലെ ഇരിക്കണേ? പോയതല്ല, പോവാറായതാ. എന്താന്ന്? അതുണ്ടല്ലോ നിധി, വാ വാ ഇവിടെ ഇരി പറയാം. ഒരു പെണ്ണിനെ ഒരു ചെക്കന് ഇഷ്ടം, ആ പെണ്ണിനും ഒരു ചെക്കനെ ഇഷ്ടം. ആ ചെക്കൻ ഈ ചെക്കനാണെന്ന് മാത്രം. ഈ ചെക്കന് ആ പെണ്ണിനെ വേണം, ആ പെണ്ണിന് ഈ ചെക്കനെയും വേണം. പക്ഷെ പെണ്ണിന്റെ വീട്ടുകാര് ഈ ചെക്കനെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാ ഈ ചെക്കനും പെണ്ണിനും ഇഷ്ടമാണ്. നീ ഒന്നും പറഞ്ഞില്ല. അതായത് മോളെ നിത്യ, ആക്ച്വലി ഫിസിക്കലി ബേസിക്കലി മെന്റലി നീ എന്താ പറഞ്ഞേ? അതായത് ഉത്തമ, ഒരു പെണ്ണിനെ ഒരു ചെക്കനെ. മതി അമ്മേ, ചോറായില്ലേ? ഞാൻ പോയിട്ട് വരാട്ടോ. എടാ നിധി, ഒന്ന് ഓടി. അമ്മ ഒന്ന് പോയട ചെറുക്ക, ഇവിടെ ഉള്ളത് തന്നെ പരിഹരിക്കാൻ പാടാം. അപ്പോഴാ അവന്റെ ഒരു പെണ്ണേസ്. അങ്ങനെയല്ല അമ്മ. അമ്മ അമ്മ ഒന്ന് ശ്രദ്ധിക്കേ. ആ പെണ്ണിന് ആ ചെക്കനെ ഇഷ്ടമാണ്, ആ ചെക്കന് ആ പെണ്ണിനെ ഇഷ്ടമാണ്. നല്ല കാര്യം. അതിന് ഞാൻ എന്ത് വേണം? അവരുടെ കല്യാണം നടത്തി കൊടുക്കണോ? വേണം. എന്താണ്? അമ്മ മനസ്സ് വെച്ചാ നടക്കും. നീ എന്തൊക്കെയാടാ പറയണേ? ഉള്ള റിലേയും കൂടി അടിച്ചു പോയോ? അമ്മ ഒന്ന് മനസ്സ് വെച്ചാ മതി, എല്ലാം നേരെയാവും. ആരാന്ന് പോലും അറിയാത്തവരുടെ കല്യാണം ഞാൻ എങ്ങനെ നടത്താനാ? ചെക്കൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ആരാടാ? പറഞ്ഞു വരുമ്പോ ചെറുതായിട്ട് നിങ്ങളുടെ മോനായിട്ട് വരും. ഓ, എന്റെ മോനായിരുന്നേ. എന്റെ മോനോ? അത് നീയല്ലേ? പെണ്ണിനെ പിന്നെ അമ്മയ്ക്ക് എന്നെക്കാളും വേണ്ടപ്പെട്ട ആളാ. നിത്യായിരിക്കും. എങ്ങനെ മനസ്സിലായി? നിന്നിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂടാ. പക്ഷെ ഇത് നടക്കില്ല. അമ്മ പ്ലീസ് മാ, പ്ലീസ്. നെഹിന്ന് പറഞ്ഞ നെഹി. അങ്ങനെ പറയല്ല അമ്മ, പ്ലീസ് 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 പ്ലീസ്. എന്റെ കോഴിയുടെ കാലനെ ഞാൻ തന്നെ വീട്ടിൽ കയറ്റണോ അല്ലേടാ? അങ്ങനെയൊന്നും ഇല്ല അമ്മ, അവള് നന്നാവും, പ്ലീസ് പ്ലീസ്. നടക്കില്ലാന്ന് പറഞ്ഞാ നടക്കില്ല. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് എന്നെക്കാളും പ്രാധാന്യം ആ കുത്തിപ്പറക്കുന്ന കോഴിയാണല്ലേ? അതെ. അങ്ങനെ പറഞ്ഞൂടാ. പറയും.
ഓഹോ, ദേ അമ്മേ, നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. എന്റെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ആ കോഴിയെ ഉം, എന്താ ഞാനീ പറയുന്നേ, ആ കോഴിയെ ഞാൻ വല്ല കുറുക്കനും പിടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അപ്പുറം ഭാസ്കരേട്ടന്റെ കടയിൽ കിലോ 240 രൂപക്ക് ഞാൻ കയറി അങ്ങ് വിൽക്കും. അന്ന് ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. അമ്മ, ഇതെന്തൊരു കഷ്ട ഭഗവാനെ, നീ ആരെങ്കിലും കേട്ടടാ, എനിക്കെന്താ. പക്ഷെ എന്റെ കോഴീനെ തൊട്ട രണ്ടിന്റെ മുട്ടുകാലും ഞാൻ ചവിട്ടി ഓടിക്കും. ഏയ് ഇല്ല ഇല്ല. അല്ല, അവളുടെ അച്ഛൻ മാധവേട്ടൻ എന്തു പറഞ്ഞു? റിജക്ട് ചെയ്തു. അങ്ങേർക്ക് ബുദ്ധിയുണ്ട്. അമ്മ പോയി സംസാരിച്ച ശരിയാവും, ഒന്ന് സമ്മതിപ്പിക്കേ. അയ്യടാ, നീ വിചാരിച്ച് നടക്കാത്ത കാര്യം ഞാനെങ്ങനെ വിചാരിച്ച് നടക്കാനാ? അതൊക്കെ നടക്കും. എന്റെ അമ്മയ്ക്കാണോ ബുദ്ധിയില്ലാത്തെ? അമ്മ പോയെന്ന് സംസാരിക്കേ, ഞാനും വരാം. അമ്മേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾക്ക് രണ്ടിനും ഓർമ്മയുണ്ടോന്ന് എനിക്കും അറിയില്ല. എക്സാക്ട്ലി. വളഞ്ഞു മൂക്കി പിടിക്കാണ്ട് കാര്യം പറയടാ. അതായത് അമ്മ, നിങ്ങൾ എന്നെ പ്രസവിച്ചിട്ട് കൊല്ലം കുറെ ആയി, ഓർക്കുന്നുവോ? വേണ്ടാത്തതൊന്നും ഞാൻ ഓർക്കാറില്ല. ഞാനും. ഇതേ അച്ഛനാണെന്നൊന്നും നോക്കൂല ഞാൻ. നീ കാര്യം പറയുന്നുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പോ, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് വാ മോനെ. ഇതേ തന്തേ, നീ കാര്യത്തിലോട്ട് വാടാ. എനിക്ക് കല്യാണം കഴിക്കണം. ഓക്കെ, നടക്കില്ല, പൊക്കോ. അതെന്നാ? കെട്ടാൻ പ്രായമായ 2 പെങ്ങന്മാരുള്ളപ്പോ നടക്കില്ല മോനെ, നീ പൊക്കോ. ആ 2 ഇളയ മുതലിന്റെ കാര്യം അങ്ങ് വിട്. അവള് നമ്മളെ കെട്ടിക്കേണ്ടി വരൂല. പിന്നെ നിത്യ, അവളെ കാത്തു നിന്ന് എന്റെ മൂക്കില് പല്ല് വരും അമ്മ. സാരില്ലടാ, ആ പല്ലൊക്കെ നമുക്ക് അടിച്ചിളക്കാം. വേണമെങ്കിൽ ഞാൻ തന്നെ അടിച്ചിളക്കാം. ദേ അച്ഛ, എനിക്ക് കെട്ടണം. മോനെ നിധി, ആരാടാ പെണ്ണ്? ഏത് പെണ്ണ്? പറയടാ പുല്ലേ, ആരാ അവള്? പേരറിയില്ല, വീടറിയില്ല. ആക്ച്വലി എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ കണ്ടതാ. ഓ ശാവോ, തന്തയുടെ മോൻ തന്നെ. മര്യാദക്ക് പൊക്കും എന്റെ മുമ്പിന്ന്, എണ്ണ തിളച്ചു വരുവാ, മൂത്ത കുഴിക്കുഞ്ഞ്. എടി പ്ലീസ്, നീ ഒന്നും മനസ്സിലാക്ക്. മിണ്ടരുത് നീ. എടി പ്ലീസ്. ഞാൻ എന്റെ വീട്ടിൽ പോവാ, കാണണ്ട എനിക്ക് നിന്നെ, കഴിഞ്ഞു ഇവിടെ വെച്ചെല്ലാം. അതിനിവിടെ എന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല മാർട്ടിൻ, സംഭവിക്കുന്നതിന് മുന്നേ പോവാന്ന് വെച്ചു, അതാ എനിക്ക് നല്ലത്. എടി നീ ഒന്ന് പറയുന്ന കേൾക്ക്. നോക്കു മാർട്ടിൻ, കല്യാണം കഴിയുന്നതിന് മുന്നേ നിനക്ക് നിന്റെ വീട്ടുകാരെ പേടി. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പോലും നിനക്ക് എടുക്കാൻ പേടിയാണ്. ഇതേ നീ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ ആയിരിക്കൂലേ? എനിക്ക് വയ്യ ഒരു കയറിന്റെ അറ്റത്ത് തൂങ്ങാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴത്തെ ന്യൂസൊക്കെ നീയും കേൾക്കുന്നതല്ലേ? നീ ഇപ്പോഴേ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഭാവിയിലെ വീട്ടുകാരുടെ വാക്ക് കേട്ട് എനിക്കെതിരെ തിരിയില്ല എന്ന് ഞാൻ എന്ത് കണ്ടു? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു തുടക്കമല്ലേ അതുകൊണ്ടായിരിക്കുന്നു, പക്ഷെ ഇതിപ്പോ വർഷം എത്രയായി, എന്നിട്ട് നീ ഇങ്ങനെയാണെങ്കിൽ
ഒരാളുടെ വാക്ക് കേട്ടിട്ട് നീ എന്നെ തള്ളി പറയുന്നത് എനിക്ക് സഹിക്കില്ല മാർട്ടിൻ. അതിനേക്കാളും നല്ലത് ഇപ്പോഴേ അല്ല അവസാനിപ്പിക്കുന്നതാ. അതൊക്കെ നിന്റെ തോന്നലാ. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്നാ നീയും വാ എൻ്റെ കൂടെ. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് പറയണം അവരോട്. അത് വേണോ? വേണം. ഇപ്പോഴേ അവരോട് പറഞ്ഞ് നിന്നെ കെട്ടി ജീവിക്കാനൊന്നുമല്ല, എല്ലാം പറയാനാണ്. എനിക്കെല്ലാം പറയാനുള്ള ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. നിന്നെ എനിക്ക് അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ല, കിച്ചു പുറത്തു പോയിട്ട് എത്തിയിട്ടില്ലല്ലോ. അവള് വരൂലേ? തിരക്കൂലേ നമ്മളെ? അവളോട് അങ്ങോട്ടേക്ക് വരാൻ പറ, വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട്. ഓക്കെ. എന്നാലും എനിക്കെന്തോ ടെൻഷൻ ആവുന്നു. ഇപ്പോഴേ പറയണോ? നീ വരുന്നെങ്കി വാ, ഇല്ലെങ്കിൽ ഞാൻ പോവാ. നീ നേരത്തെ താരാ? മോനെ വാ. ഞാൻ മാത്രമല്ല ആന്റി. പിന്നെ ഈശ്വര, ശാന്തയില്ലേ കയറിപ്പോയി. ഇനി എന്റെ കണ്ണ് വിട്ടിച്ചിട്ട് നിത്യകാലം. ഇവിടെ ആരുമില്ലേ? എന്നെ നിനക്ക് കാണുന്നില്ലേ ശാന്തേ? ആണുങ്ങൾ ആരും ഇല്ലേന്നാ? യെസ്. ആരാ അവിടെ? നിന്നെ ആര് വിളിച്ചനെ? അങ്ങോട്ട് മാറി ചേർക്ക. ആന്റി, ഞാനൊരു പുരുഷനാണ്. അതിന് ഞാനെന്ത് വേണം? മാധവേട്ട, ഞാനൊരു സീരിയസ് കാര്യം പറയാനാ മാധവേട്ട വന്നത്. എന്താ ശാന്തേ? നിത്യവല്ല പ്രശ്നം വീണ്ടും? ചേച്ചേ, അതൊന്നുമല്ല. എന്താടാ സംഭവം? ലുക്ക് മല്ലിക, വല്ലാത്ത ചൂട്. ഇവിടെ ഫാൻ ഇല്ലേ? ഈ അമ്മ ഇത് നശിപ്പിക്കും. കയ്യിന്ന് പോവല്ലോ കർത്താവേ. അമ്മ അങ്ങനെയല്ല. നീ മിണ്ടാതിരി ചെറുക്ക. മാധവേട്ട, ഒന്നും രണ്ടൊന്നും അല്ല, 3 എണ്ണവാ, 3 എണ്ണം. എന്ത്? ഇവിടുത്തെ പെണ്ണെറിഞ്ഞു വന്നതിന്റെ കോഴിയുടെ കണക്കാ ഞാൻ പറഞ്ഞേ. ഓ, അത്. അതിന് എനിക്ക് നഷ്ടപരിഹാരം വേണം. പറ, എത്ര ക്യാഷ് വേണം? എന്റെ ഡാഡി റിച്ചാ, റിച്ച്. അയ്യടാ, എനിക്ക് നിങ്ങളുടെ നക്കാപ്പിച്ച കാശൊന്നും വേണ്ട ജീവിക്കാൻ. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എവിടുത്തെ ആ സന്താനം? ആരാമേ? കണ്ട എന്റെ ചിക്കനെയും കൊന്ന് ബനാനയും തിന്നോണ്ട് വരുന്ന വരവ് കണ്ട. അമ്മ പ്ലീസ്. സോറിയുടെ മോനെ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അതായത് മാധവേട്ട, എനിക്ക് നഷ്ടപരിഹാരമായിട്ട് നിങ്ങളുടെ ഈ കുരിപ്പിനെ തന്നാ മതി. മനസ്സിലായില്ല. ലുക്ക് മിസ്റ്റർ മാധവേട്ട ആൻഡ് മല്ലിക, ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. വളച്ചു കെട്ടില്ലാണ്ട് ഞാനൊരു കാര്യം പറയാം. എന്റെ ഈ പുത്രന് നിങ്ങളുടെ മോളോട് മുടിഞ്ഞ പ്രേമം. അതിപ്പോ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അവൻ പറഞ്ഞിരുന്നു എന്ന് എന്നോട് പറഞ്ഞേ. സോ നിത്യക്കും സമ്മതമാണെങ്കി? സമ്മതമാണ്. ഓ, എന്നാ സമ്മതമല്ല. അത് പിന്നെ ശാന്തേ, ഞാൻ കമ്മോൺ മാധവേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത് ഇവളോടാ. ഡി കൊച്ചേ,
പറക്കുന്ന കോഴികളെയൊക്കെ എറിഞ്ഞു വീഴ്ത്താൻ, റീൽസ് എടുത്ത് ഇൻസ്റ്റയില് വൈറലാവാൻ, ഉണ്ടാക്കി വെക്കുന്ന ഫുഡൊക്കെ കഴിച്ചു തീർക്കാൻ, കൂടെ ഇരുന്ന് ഡുവറ്റ് പാടാനും ഡാൻസ് കളിക്കാനും എനിക്കൊരു മരുമോളെ വേണം. പോരുന്നോ എന്റെ കൂടെ? എന്റെ മോളായി, എന്റെ തക്കിടുവിന്റെ ഭാര്യയായി, എന്റെ കോഴികളുടെ കാലനായി എന്റെ വീട്ടിലേക്ക്. എന്തും വായി വിളിച്ച് നിക്ക, അങ്ങോട്ട് ചോദിക്കടാ. ഏ ആ ആ. നിത്യ, will you be my chicken? ശ്രാവൺ, ഞാൻ നിന്റെ ചിക്കനായാൽ നീ എന്റെ ബനാനയാവുമോ ശ്രാവൺ? ബെസ്റ്റ്. ഇതിലും മാച്ചായി ഒന്ന് വേറെ കിട്ടാനില്ല. കുടുംബം മൊത്തത്തില് വെട്ടാ. തീർച്ചയായും. ഇനി ഇതാരാ? മക്കളെ കേറി വാ. നിങ്ങളുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അമ്മേ, പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. ദേ നിങ്ങളുടെ ഇളയ സന്താനം വന്നേക്കുന്നു. അമ്മേ, അച്ഛ. ഇനി നിനക്കെന്താ പറയാനുള്ളേ? അച്ഛാ, ഇവൻ മാർട്ടിൻ. ചുരുക്കി പറഞ്ഞ അച്ഛാ, ഇവൻ ഞാനാകുന്ന തെങ്ങിലെ തേങ്ങയാണിവൻ, മാവിലെ മാങ്ങയാണിവൻ, കവുങ്ങിലെ അടക്കയും പ്ലാവിലെ ചക്കയുമാണ്. അച്ഛാ, വേരോടെ എങ്ങ് വെട്ടിക്കള. ഇപ്പൊ മരത്തിനൊക്കെ ഭയങ്കര വിലയാ. ഓടാ വട്ടി. നീ പൊടി. അവള് മുട്ടേന്ന് വിരിഞ്ഞില്ല. അപ്പോഴാ ഇവിടെ ഞാൻ പൊരന്നറിഞ്ഞ് നിൽക്കുന്നു. നീ കാണുന്നില്ലേ? ആദ്യം പഠിത്തം, എന്നിട്ട് മതി കണ്ടുപിടുത്തം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ എന്റെ തീരുമാനം പറയാം. നിത്യയുടെ കല്യാണം നമുക്കങ്ങ് ഫിക്സ് ചെയ്യാം. അപ്പൊ ഞങ്ങളോ? അയ്യടാ, കേട്ടാൻ പറ്റിയ പ്രായം. തലയിലെ മുട്ടത്തോടെടുത്ത് കളയടി. ഇവൻ പറഞ്ഞ പോലെ ആദ്യം എന്റെ മോള് പഠിക്ക്, എന്നിട്ട് ഇവന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ അപ്പൊ തീരുമാനിക്കാം. അതുവരെ ഇവന്റെ കൂടെ എങ്ങാനും ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട മുട്ടുകാലും ഞാൻ തല്ലി ഓടിക്കും. ഓക്കെ, മതി, തിരക്കില്ല. മാർട്ടിനെ, എനിക്ക് 2 ജോഡി കാല് നീ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എല്ലാരും ആയല്ലോ. ഇനി ചക്കയും മാങ്ങയും തേങ്ങയെല്ലാം അവരവരുടെ കൂട്ടിക്കേറി സമയമാവുമ്പോ അങ്ങ് പിടിച്ച് കെട്ടിച്ചേക്കാം. എന്നാലും പാവം എന്റെ കൊച്ചു നീത്തി, മരുന്നിന് പോലും അവന്റെ വാഴത്തോപ്പിലൊരു വവ്വാല് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. സാരമില്ലടെ, പോട്ടെ. ഇനി ഇതാരാ? മാർട്ടിനില്ലേ?
കിട്ടിയടാ കിട്ടി. എന്താടാ കിട്ടിയേ? നീ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? ഫൈനലി ഐ ഫൗണ്ട് മൈ വാഴത്തോപ്പിലെ വവ്വാല്.